താനെന്നലെ നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴിവേറ്റുന്നൊക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ. എന്നെയും പറഞ്ഞല്ലോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു എന്ന്. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടിയെന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് കൊട്ടുത്താ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുനിച്ചേർത്തുള്ള കുത്തിന്റെ കാര്യമല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല. നടുറോട്ടിലിട്ടും തല്ലും ഞാൻ. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. കാണോ നിനക്ക്? കപ്പോ? അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി? ഇത്രയും വരും കുപ്പി. എന്നാ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡിൽ വെച്ച്, അതും സാറ് യൂണിഫോമില്. അത് വിട്. സാറിന് പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ? ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്താടാ പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു. ശ്രീനിവാസ, സവാരി ഗിരിഗിരി, കയ്യട് മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും. വണ്ടിയിൽ കേറും. വഴിയെ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല, കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക്. സവാരി ഗിരിഗിരി.